ഹരേ കൃഷ്ണ. യുദ്ധകാന്ഡമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുംഭകർണൻ്റെ മരണമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത്. മരണം പക്ഷേ രാവണൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കുംഭകർണനെ യുദ്ധത്തിനയച്ചിട്ട് രാവണൻ ഇപ്രകാരം ചിന്തിച്ചു: ഇന്നും കുംഭകർണൻ യുദ്ധത്തിന് പോയിരിക്കുന്നു. ഇപ്പോൾ തന്നെ യുദ്ധത്തിൽ നാം ജയിക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. ഈ വിധം വിചാരിച്ചുകൊണ്ട് ഇരുന്ന രാവണന് കേൾക്കേണ്ടി വന്നത് ഒരു ദുഃഖവാർത്ത ആയിരുന്നു. രാവണൻ വിചാരിക്കുകയാണ്, അനുജൻ യുദ്ധത്തിന് പോയിട്ട് വളരെ നേരമായി, ഇതുവരെ ദൂതൻ വന്നില്ലല്ലോ, യുദ്ധവാർത്തകളൊന്നും അറിയുന്നുമില്ല. ശത്രു പരാജയപ്പെട്ടില്ലേ? എന്താണ് എൻ്റെ ഹൃദയം വിറയ്ക്കുന്നത്? ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആകാശത്ത് ഒരു ബഹളം കേട്ടു. പെട്ടെന്ന് തന്നെ രാവണൻ ശ്രദ്ധിച്ചു, ഇതെന്താണ് ആകാശത്തിൽ യക്ഷന്മാരും ദേവന്മാരും ജയശബ്ദം മുഴക്കി നൃത്തം ചെയ്യുന്നത്? കുംഭകർണൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവരുടെ മുഖത്തു നിന്നും ഇങ്ങനെയൊരു ജയശബ്ദം കേൾക്കുകയില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവിടേക്ക് കടന്നു വന്ന് പരാജയ വാർത്ത അറിയിക്കുന്നു. ദൂതൻ കുംഭകർണൻ്റെ മരണവാർത്ത അറിയിച്ചപ്പോഴേക്കും രാവണൻ മൂർച്ഛിച്ച് നിലത്ത് വീണു. മഹാപാർശ്വനും മഹോദരനും കൂടി പിടിച്ചെഴുന്നേൽപ്പിച്ചു, പീഠത്തിലിരുത്തി. കുംഭകർണൻ്റെ മരണവാർത്ത കേട്ട് ലങ്കാവാസികളൊക്കെ കരഞ്ഞു. അരനാഴികയ്ക്കകം രാവണന് ബോധം വീണു. ദുഃഖം കൊണ്ട് അവശനായി രാവണൻ വീണ്ടും വീണ്ടും കരഞ്ഞു. ഞാൻ സഹോദരനല്ല, കാലനാണ്. അസമയത്ത് ഉറക്കമുണർത്തി പറഞ്ഞയച്ചതല്ലേ. ഇന്ന് നിദ്രാലയം ശൂന്യമായി, ലങ്കാനഗരം വീരശൂന്യമായി. ഇന്നു തൊട്ട് എനിക്ക് രാജ്യം വിഫലം. കുംഭകർണ, നീ മഹാവീരനായിരുന്നു, മഹാബലവാനായിരുന്നു. ചന്ദ്രനും സൂര്യനും യമനും ദേവേന്ദ്രനും ഇനി മഹാസുഖത്തോടുകൂടി ഉറങ്ങാം, പേടിക്കണ്ടല്ലോ. എൻ്റെ അനുജൻ എവിടെ പോയി? ഇങ്ങോട്ട് വാ, നമുക്കൊരുമിച്ച് പടയ്ക്കു പോകാം. എൻ്റെ വലങ്കൈ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് രാവണൻ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ഇപ്രകാരം കരയുന്ന ലങ്കാധിപൻ്റെ മുഖം കണ്ണീരിൽ കുതിർന്നു. അച്ഛൻ്റെ ദുഃഖം കണ്ട് പുത്രന്മാർക്ക് ദുഃഖമായി. വിക്രമനായ ത്രിശിരസ് രാവണൻ്റെ മുമ്പിൽ വന്നു. അച്ഛാ, അമരനാകാൻ വേണ്ടി തപസ് ചെയ്തു, പക്ഷേ അമരനാകാനുള്ള വരം ബ്രഹ്മാവ് തന്നില്ല. വിഭീഷണൻ സ്വഗുണത്താൽ അമരനായി തീർന്നു. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ശാസ്ത്രവും അറിയാം. ആ ശാസ്ത്രജ്ഞാനമനുസരിച്ച് ഹിതം ഉപദേശിച്ചു. 3 ലോകങ്ങളും ജയിച്ചു. ദേവഗന്ധർവന്മാർക്കും തടയാൻ കഴിഞ്ഞില്ല. ധനാധിപനായ കുബേരനെ ജയിച്ച് പുഷ്പക വിമാനം സ്വന്തമാക്കി. മയൻ മകളെ നൽകി ആദരിച്ചു. വിഷം കൊണ്ട് ലോകത്തെ ദഹിപ്പിച്ച വാസുകി അച്ഛൻ്റെ ശബ്ദം കേട്ട് ഭയന്നോടി. ഇന്ദ്രനെയും യമനെയും ചന്ദ്രനെയും ജയിച്ചു. പിന്നെ ഈ മനുഷ്യനെ ജയിക്കുന്നത് ഇത്ര വലിയ കാര്യമോ? യുദ്ധത്തിൽ പല അസ്ത്രങ്ങളും അവതരിച്ചു. ഇന്നത്തെ യുദ്ധത്തിൻ്റെ ചുമതല എനിക്ക്. ഗരുഡൻ്റെ വായിൽ സർപ്പങ്ങൾ എന്ന പോലെ ശ്രീരാമലക്ഷ്മണന്മാർ ഇന്നു മരിക്കും. ത്രിശിരസിൻ്റെ വിക്രമവാക്യം കേട്ട് രാവണൻ സന്തോഷിച്ചു. മറ്റു 3 പേർ ദേവാന്തകനും നരാന്തകനും അതികായനും യുദ്ധത്തിന് പോകാൻ ആഗ്രഹിച്ചു. 4 മഹാബലശാലികളോടൊത്തുകൂടിയാൽ 3 ലോകവും ജയിക്കാം. 4 പേർക്കും രാജാവിൻ്റെ പ്രസാദം കിട്ടി. ചന്ദനവും കസ്തൂരിയും പുഷ്പമാലകളും അണിഞ്ഞ് ഗംഗാജലം തളിച്ചു. പടച്ചട്ടയും കനകവളകളും രത്നഹാരവും അണിഞ്ഞു. മഹാപാശനും മഹോദരനും അവരുടെ കൂടെ ചേർന്നു. 6 പേരും അച്ഛനെ പ്രദക്ഷിണം വെച്ച് അനുഗ്രഹം തേടി. ഐരാവതത്തിൻ്റെ വംശത്തിൽ പിറന്ന നീലമേഘതുല്യമായ നീലഹസ്തി തയ്യാറായി വന്നു. യോദ്ധാക്കളുടെ നായകനായ മഹോദരൻ ആനപ്പുറത്ത് കയറി.
ഉച്ചൈസ്രവസിന്റെ മേൽ മഹാമതിയായ ദേവാന്തകൻ. കുതിരകളുടെ കാൽ നിലത്തു തൊട്ടില്ല, അത്രയ്ക്കാണ് വേഗത. കുതിരപ്പുറത്ത് കുന്തവും ധരിച്ച് നരാന്തകൻ. മഹാപാശനും കുതിരപ്പുറത്തു തന്നെ, വാളേന്തി തൃശിരസ്. അലങ്കരിച്ച മറ്റൊരു രഥത്തിൽ അതികായൻ. അങ്ങനെ അവരെല്ലാവരും യുദ്ധക്കളത്തിലെത്തി. അസ്ത്രം കൊണ്ട് വാനരന്മാരെ പൊതിഞ്ഞു. ഭയന്നു വാനരന്മാർ. മുറിവേറ്റ വാനരന്മാർ ഓടിപ്പോയി. സുഗ്രീവൻ അംഗദനെ വിളിച്ചു പറഞ്ഞു, നോക്കൂ അംഗദ, എന്താണ് സൈന്യമിങ്ങനെ ഓടുന്നത്? കപികളെ ഉറപ്പിച്ചു നിർത്താൻ ഞാൻ തന്നെ ചെന്ന് യുദ്ധം ചെയ്യാം. നരാന്തകനെ വധിച്ച് രാമനെ സന്തോഷിപ്പിക്കാം. സുഗ്രീവൻ പറഞ്ഞതു കേട്ട് ലജ്ജ തോന്നി അംഗദൻ പടക്കളത്തിന് നടുക്ക് ചെന്നിറങ്ങി. ദൂരെ നിന്ന് തന്നെ നരാന്തകനെ വിളിച്ചു, രാക്ഷസാ നോക്ക്, എൻ്റെ 2 കൈയും ശൂന്യമാണ്. ഈ കൈകൊണ്ട് ഞാൻ നിന്റെ മാറിടം ഇടിച്ചു തകർക്കും. ദേവന്മാരെ നീ ജയിച്ചത് കുന്തം കൊണ്ടല്ലേ? ഇന്നത്തെ യുദ്ധത്തിൽ നിന്നെ ഞാൻ വധിക്കും. ഞാൻ യുദ്ധത്തിൽ ആദരിക്കപ്പെട്ടിട്ടുള്ള ശ്രീരാമ ഭൃത്യനാണ്. നിന്റെ അസ്ത്രത്തെ ഞാൻ ഭയപ്പെടുകയില്ല. പടയാളികളെ കൊന്നിട്ട് തിരികെ പോകുന്നതെന്തിന്? നീയും ഞാനും തമ്മിലാണ് യുദ്ധം. 2 കൈയും വിടർത്തി മാർഡത്തിൽ അങ്ങനെ അടിച്ചു. അംഗദന്റെ വിക്രമം കണ്ട് സുഗ്രീവന് കൗതുകം തോന്നി. കോപം കൊണ്ട് നരാന്തകന്റെ ചുണ്ടുകൾ വിറച്ചു. ഹുങ്കാരമുയർത്തിക്കൊണ്ട് കുന്തമാഞ്ഞു വീശി എറിഞ്ഞു. 3 ലോകവും കൗതുകത്തോടെ അത് നോക്കി. അംഗദന്റെ മാറിടം വജ്രകഠിനം. മാറിൽ കുത്തിയതും കുന്തം 2 തുണ്ടമായി താഴെ വീണു. അംഗദൻ പറഞ്ഞു, നിന്റെ ആയുധം നിഷ്ഫലമായി. ഇനിയാണ് നീ എൻ്റെ ബലം കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ചുരുട്ടി നരാന്തകനെ ഇടിച്ചു. 2 കണ്ണും പുറത്തേക്ക് തള്ളി നാക്ക് പുറത്തേക്ക് നീണ്ടു. നരാന്തകൻ അംഗദനെയും ഇതുപോലെ മാർഡത്തിൽ ഇടിച്ചു. അംഗദന്റെ മുഖവും രക്തം പുരണ്ട് തിളങ്ങി. ശരീരത്തിൽ വേദനയുണ്ടെങ്കിലും അംഗദന് ഒട്ടും തന്നെ ദുഃഖം തോന്നിയില്ല. പടയിൽ ഇളകാതെ തന്നെ നിന്നു. അത്യന്ത കോപത്തോടെ നരാന്തകന്റെ മാറിടത്തിൽ കൈമുട്ടുകൾ ഊന്നി ഇടിച്ചു. നരാന്തകൻ വീണു. അംഗദൻ അപ്പോൾ വേദാന്തകനെ കണ്ടു. വേദാന്തകന് പിൻബലം നൽകാൻ മദയാനപ്പുറത്ത് മഹോദരനും എത്തി. ഉടൻ തന്നെ തൃശിരസും ദേവാന്തകന്റെ സഹായത്തിനെത്തി. മഹോദരനും തൃശിരസും അംഗദനെ നേരിട്ടു. മഹോദരൻ ഇരുമ്പുലക്ക കൊണ്ട് അംഗദനെ അടിച്ചു. അടിയേറ്റ മുഖത്തു നിന്നും കുമുകുമാന്ന് ചോര വന്നു. എന്നിട്ടും ഒട്ടും ദുഃഖിക്കാതെ അംഗദൻ കല്ലും മരങ്ങളും വർഷിച്ചു. എങ്ങും കൂരിരുട്ട്. അംഗദനെ രാക്ഷസന്മാർ വളഞ്ഞിരിക്കുന്നു എന്നത് കണ്ട് ഹനുമാൻ പാഞ്ഞു വന്നു. അതൊരു കൊടിയ ഏറ്റുമുട്ടലായി. ഗംഭീര പോരാട്ടം. ഒരു പക്ഷത്തും അയവില്ല. വേദാന്തകൻ 2 കൈകൊണ്ടും ഹനുമാന്റെ നേരെ ഇരുമ്പുലക്ക പ്രയോഗിച്ചു. കോപാക്രാന്തനായ ഹനുമാൻ ദേവാന്തകനെ ചവിട്ടി വീഴ്ത്തി വധിച്ചു. നരാന്തകൻ ആനപ്പുറത്ത് അങ്ങോട്ട് വന്നു. നീലസേനാപതി അവനെ നേരിട്ടു. നരാന്തകന്റെ അമ്പേറ്റ നീലൻ വലിയ ഒരു പർവ്വതം അടർത്തി എറിഞ്ഞു. എന്നിട്ട് മഹോദരനെ വീഴ്ത്തി. നരാന്തകനും ദേവാന്തകനും മഹോദരനും 3 അതികായന്മാർ ഒന്നിച്ചു വീണു എന്നത് കണ്ട് തൃശിരസ് വാള് ഓങ്ങി അടുത്തേക്ക് വന്നു. ഒറ്റച്ചാട്ടത്തിന് തൃശിരസിന്റെ വാൾ കൈക്കലാക്കി ഹനുമാൻ തൃശിരസിനെ തുണ്ടം തുണ്ടമായി അരിഞ്ഞു വീഴ്ത്തി. സഹോദരന്മാരുടെ വിനാശം കണ്ട് അതിദുഃഖിതനായ മഹാപാശൻ ഗദയും കൊണ്ട് പാഞ്ഞെടുത്തു. കവികളെ ഇടിച്ചു വീഴ്ത്തി. വാനരന്മാരുടെ ചോര വീണു. യുദ്ധക്കളം ചുവന്നു. മഹാപാശൻ ജയമണി മുഴക്കി. ദേവന്മാരും ഗന്ധർവന്മാരും വിറച്ചു. മഹാപാശന്റെ ഗദായുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ വാനരന്മാർ പിന്തിരിഞ്ഞോടി. വരുണനന്ദനായ ഹേമകൂടൻ വാനര സൈന്യത്തെ രക്ഷിക്കാനായി എത്തി. അതിക്രോധത്തോടെ ഘോരദർശനത്തിനായി പർവ്വതം ഉയർത്തിക്കൊണ്ടുവന്നു. പർവ്വതം ഊക്കോടെ എറിഞ്ഞു. മഹാപാശൻ പർവ്വതത്തിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞു മരിച്ചു. 5 മഹാവീരന്മാർ വീഴുന്നത് കണ്ട് അതികായൻ പടക്കിറങ്ങി. ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു: കൗസല്യാനന്ദന തൃപ്പാദങ്ങളിൽ ഇടം തരണേ. രാവണപുത്രനാണെന്ന് വെച്ച് ദയ കാണിക്കാതിരുന്നാൽ കൃപാനിധി എൻ്റെ പേരിന് കളങ്കമാകും. മഹോദരൻ കൂടി വീണപ്പോൾ രാവണകുമാരന് കോപം ഇരട്ടിച്ചു.
മുത്തും മാണിക്യവും പതിച്ച് അലങ്കരിച്ച 100 കുതിരകളെ കെട്ടിയ രഥത്തിൽ കിരീടവും കുണ്ടലവും അണിഞ്ഞ് അതികായൻ രാക്ഷസപ്പടയുടെ മുമ്പിലെത്തി. അതികായൻ യുദ്ധക്കളത്തിലെത്തി. അതികായന്റെ അലർച്ച കേട്ടും അതിഭീകരമായ രൂപം കണ്ടും ഭയപ്പെട്ട് വാനരന്മാർ പലായനം ചെയ്തു. ചിലർ ശ്രീരാമന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, രഘുപതി, മഹാകായനായ ഒരു നിശാചരൻ വന്നിരിക്കുന്നു. അവനെ കണ്ട് ഒട്ടേറെ വാനരന്മാർ പേടിച്ചോടി. ഇനി എന്തു ചെയ്യും പ്രഭോ, ഞങ്ങളെ രക്ഷിക്കണേ. അതുകേട്ട് രഘുപതി വിഭീഷണനോട് അതാരാണ് എന്ന് ചോദിച്ചു. ശ്രീരാമൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ വിഭീഷണൻ പറഞ്ഞു, വിശ്രവസിന്റെ പൗത്രൻ രാവണനന്ദനൻ അതികായനാണ് അത്. മാലിനിയുടെ ഉദരത്തിൽ ജനിച്ച ഈ ധന്യൻ അച്ഛനെ പോലെ തന്നെ യുദ്ധത്തിൽ പരാക്രമിയാണ്, യുദ്ധത്തിൽ മഹാവീരൻ. ലങ്കയിലെ ഏറ്റവും വലിയ വീരനാണവൻ, അതികായൻ. ദേവന്മാരെയും ദൈത്യന്മാരെയും ജയിച്ച ഇവന് അച്ഛൻ അതികായനെന്ന് ഓമന പേരിട്ടു. സുബ്രഹ്മണ്യന് പോലും ഇങ്ങനെയൊരു പ്രതാപമില്ല. ഈ ക്ഷണത്തിൽ തന്നെ വാനരപ്പടയെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശേഷി അവനുണ്ട്. അതിനാൽ എത്രയും വേഗം ഇവനെ സംഹരിക്കണം. ഇങ്ങനെ വിഭീഷണൻ പറഞ്ഞുകൊണ്ടിരിക്കെ അതികായൻ കടന്നു വന്നു. വിഭീഷണനെ കണ്ടതും വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, രാവും പകലും ഗദാധരനെ സ്നേഹിച്ചുകൊണ്ട് കഴിയുകയാണല്ലോ. ഇതുപോലൊരു ശ്രേഷ്ഠൻ വേറെ ആരുണ്ട്? ഗദാധരന്റെ കരുണ എന്നിലും ഉണ്ടായിരിക്കട്ടെ. അതികായൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തേര് രാമന്റെ മുമ്പിലേക്ക് നടത്തി. രാമനോടായി പറഞ്ഞു, ലോകനായക, എന്നോടെന്തിനാണ് ഒരു ദൈവമില്ലാത്തത്? ശ്രീചരണങ്ങളിൽ എനിക്കും ഒരിടം തരണമേ. ഇത് കേട്ട് രാമൻ പ്രസ്താവിച്ചു, പരമധാർമ്മികനായ നിനക്കും പിതൃതുല്യനായ വിഭീഷണനുമായി ലങ്കാരാജ്യം നൽകും ഞാൻ. രാജ്യം കൊണ്ട് എനിക്കെന്തു പ്രയോജനം? ഒരു കാര്യവുമില്ല. യുദ്ധം ചെയ്ത് ശരീരം ഉപേക്ഷിക്കട്ടെ. ഇപ്പോൾ ഒരപേക്ഷയുള്ളൂ, എന്നോട് യുദ്ധം ചെയ്താലും. എന്നോട് ആരാണ് യുദ്ധം ചെയ്യുന്നത്? വാനരന്മാരോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല. മൃഗങ്ങൾക്ക് എന്തു യുദ്ധം? മരവും കല്ലും എടുത്തെറിയുകയല്ലേ. കടാക്ഷം കൊണ്ട് തന്നെ എനിക്കെല്ലാവരെയും വധിക്കാൻ കഴിയും. സുഗ്രീവൻ കൊക്കിനെ പോലുണ്ട്, ലക്ഷ്മണൻ കേവലം ഒരു ബാലൻ. അതുകൊണ്ട് തൊഴുകൈയോടെ അപേക്ഷിക്കുന്നു, ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്യാം. അപ്പോഴേക്കും വില്ലും കുലച്ചുകൊണ്ട് ലക്ഷ്മണൻ നേരെ വന്നു. രാവണപുത്രൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എത്ര വയസ്സായി? എത്ര തവണ യുദ്ധത്തിന് പോയിട്ടുണ്ട്? എന്നോട് യുദ്ധത്തിന് വരുന്നത് ഉചിതമല്ല. ഇന്ദ്രനും കുബേരനും എന്നെ ഭയമാണ്. അതിനാൽ എന്നോട് യുദ്ധം വേണ്ട. ലക്ഷ്മണൻ ഇതുകേട്ട് കോപത്തോടെ വില്ലിൽ ഞാണൊലിയിട്ടു. അതികായൻ കൗതുകത്തോടെ അത് നോക്കി നിന്നു. അതികായൻ പറഞ്ഞു, ദേവാ, ലക്ഷ്മണൻ വയസ്സുകൊണ്ട് തീരെ ചെറുപ്പമല്ലേ, യുദ്ധം അറിയാമോ? ലക്ഷ്മണൻ പറഞ്ഞു, നീ രാക്ഷസനാണ്, നല്ലതും ചീത്തയും അറിയാമല്ലോ. ഉത്തരം പറയുക. യുദ്ധത്തിൽ പ്രായം കൂടിയവരാണോ എപ്പോഴും ജയിക്കുക? ഞാൻ ബാലനാണ് എന്ന് പറഞ്ഞല്ലോ, നീ കേമനാണെന്നും സമ്മതിക്കാം. ഇന്നത്തെ യുദ്ധത്തിൽ നിന്നെ കൊന്നില്ലെങ്കിൽ ലക്ഷ്മണൻ എന്ന പേര് വെറുതെയാണ് ഞാൻ ചുമക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും പഠിപ്പിനും മിടുക്കിനും അനുസരിച്ചിട്ടുള്ള അസ്ത്രം പ്രയോഗിച്ചു. അതികായൻ പറഞ്ഞു, ലക്ഷ്മണദേവ, ഞാനും നീയും തമ്മിൽ യുദ്ധം ചെയ്യും. രാമനും വിഭീഷണനും സാക്ഷിയായി യുദ്ധം കണ്ടു. ആര് ജയിച്ചുവെന്ന് വിവരിക്കട്ടെ. അതികായൻ പറഞ്ഞത് ലക്ഷ്മണൻ സമ്മതിച്ചു. രണ്ടാളും യുദ്ധം തുടങ്ങി. അതികായൻ അഗ്നിബാണമെയ്തു. വരുണാസ്ത്രം കൊണ്ട് ലക്ഷ്മണൻ അത് സംഹരിച്ചു. 200 അസ്ത്രങ്ങൾ ഒന്നിച്ചയിച്ചു അതികായൻ. വിളംബമില്ലാതെ അതെല്ലാം ലക്ഷ്മണൻ ഖണ്ഡിച്ചു. പിന്നെ അവിടെ നടന്നത് ഘോരയുദ്ധം. ആർക്കും കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത അത്ര രീതിയിലുള്ള അതിഘോരമായ യുദ്ധമായിരുന്നു പിന്നീട് അവിടെ നടന്നത്. അതികായനെ ഒരു തരത്തിലും ലക്ഷ്മണകുമാരന് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ലക്ഷ്മണകുമാരനെ തോൽപ്പിക്കാൻ അതികായനും കഴിഞ്ഞില്ല. അവസാനം പവനദേവൻ ലക്ഷ്മണനെ ഉപദേശിച്ചു. അതികായന് അക്ഷയ കവചമുണ്ട്. ആ കവചത്തെ ഭേദിക്കാൻ ആർക്കും കഴിയില്ല. രാവണപുത്രനെ എളുപ്പമൊന്നും വധിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്രഹ്മാസ്ത്രം അയച്ച് അവനെ സംഹരിക്കുക. ഉപദേശം ഇപ്രകാരം വായുദേവൻ നൽകിയത് കേട്ട് ലക്ഷ്മണൻ മന്ത്രപൂർവം ബ്രഹ്മാസ്ത്രം തൊടുത്തു. അത് കണ്ട് അതികായൻ സംഭ്രമിച്ചു. ആധി ഇളകി.
അജയ്യമായ ബ്രഹ്മാസ്ത്രത്തെ ആർക്ക് തടയാനാകും? അതികായൻ്റെ ശിരസ് 2 തുണ്ടമായി. അതികായൻ വീണപ്പോൾ രാക്ഷസ സൈന്യം വീണ്ടും ചിതറിയോടി. മൂക്കും കണ്ണും വായുമടക്കം മുൻഭാഗം തെറിച്ചു ദൂരെ വീണു. വാനരന്മാർ രാക്ഷസന്മാരെ കൊന്നുകൊണ്ട് തന്നെ മുന്നേറി. രാക്ഷസന്മാരെ ജയിച്ചു. കിരീടവും മുഖവുമില്ലാതെ അതികായൻ്റെ കുണ്ടലമണിഞ്ഞ കാത് ഭൂമിയിൽ കിടന്നു. ദൂരെ കിടക്കുന്ന പാതി ശിരസ് രാമനാമം ജപിച്ചുകൊണ്ടേയിരുന്നു. പ്രേമാനന്ദം കൊണ്ട് വിഭീഷണൻ ആനന്ദ കണ്ണുനീർ പൊഴിച്ചു. രാക്ഷസ വംശത്തിലെ അതിധന്യനായ പുത്രനാണു നീ. തീർച്ചയായും നിന്റെ പുണ്യത്തിൻ്റെ ഫലം കൊണ്ട് നിനക്ക് മുക്തി ലഭിക്കും. ഇങ്ങനെ ഒരുത്തനെ ഒരു കാലത്തും ഒരു ദേശത്തും കാണുകയില്ല. അറ്റുകിടക്കുന്ന ശിരസ് പോലും രാമനാമം ജപിക്കുന്നു. വാനരന്മാരുടെ മുഖം രാമജയനാദം കൊണ്ട് തിളങ്ങി. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരുന്ന രാവണൻ്റെ നെഞ്ചിൽ വജ്രായുധമേറ്റതുപോലെ ആയി. യുദ്ധപരാജയം അറിയിക്കുന്ന ദൂതൻ രാവണൻ്റെ അടുത്തെത്തി. മഹാരാജൻ അവിടുത്തെ 4 പുത്രന്മാരും 2 സഹോദരന്മാരും യുദ്ധത്തിന് പോയിരുന്നു. അവരിൽ 5 പേരെയും വാനരന്മാർ തന്നെ കൊന്നു. അതികായൻ ലക്ഷ്മണൻ്റെ ബാണമേറ്റ് മരിച്ചു. ദൂതമുഖത്തുനിന്ന് ഈ വാർത്ത കേട്ട രാവണൻ കുറേ സമയത്തേക്ക് സ്തംഭിച്ചുപോയി. ഉത്തരക്ഷണത്തിൽ ചേതനയോടെ എന്താണ് പറഞ്ഞതെന്ന് വീണ്ടും ചോദിച്ചു. ദൂതൻ ഒരു വട്ടം കൂടി എല്ലാം പറഞ്ഞു. രാവണൻ അതു കേട്ട് മോഹാലസ്യപ്പെട്ടു. പിന്നീട് ബോധം തെളിഞ്ഞു ഹുങ്കാരത്തോടുകൂടി എഴുന്നേറ്റു. വീണ്ടും ശോകത്തിൽ മുഴുകി. പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. 20 കണ്ണുകളിലും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. രാവണൻ വാവിട്ട് കരഞ്ഞു. സഹോദര, മഹാപാശ, മഹോദര, എവിടെ പോയി? പുത്രന്മാരെ നിങ്ങൾ 4 പേരും പോയോ? ഈ വിധം പറഞ്ഞ് രാവണൻ നെഞ്ചു തകർന്ന് കരഞ്ഞു. ഇപ്രകാരം വിലപിക്കുന്ന രാവണൻ്റെ മനസ്സ് ഒരു നിമിഷം പോലും ശാന്തി കിട്ടാതെ വലഞ്ഞു. അതുകൊണ്ട് എല്ലാവരും കരഞ്ഞുപോയി. ആർക്കും അദ്ദേഹത്തെ സ്വാന്തനപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇത് കണ്ട് ഇന്ദ്രജിത്ത് അങ്ങോട്ട് വന്നു. അച്ഛനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ഞാനാണ് ഇനി യുദ്ധത്തിന് പോകുക എന്ന് പറഞ്ഞു. പുത്രനെ തോളിൽ പിടിച്ച് അഭിനന്ദിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു, പുത്ര മേഘനാഥ, നീയാണ് ലങ്കാധിപതി. വാനരന്മാരെയും നരന്മാരെയും നിഗ്രഹിച്ച് ആപത്തൊഴിവാക്കുക. ലങ്കാരാജ്യം അനുഭവിക്കാനുള്ളവനാണ് ദശാനനൻ. ശത്രുക്കളെ നശിപ്പിച്ച് രാജ്യത്തിൻ്റെ മാനം കാക്കുക. 4 പുത്രന്മാർ മരിച്ച വേദനയോടെ ഇരിക്കുകയാണ് ലങ്കാധിപൻ. തൊഴുകൈയോടെ മുമ്പിൽ ചെന്ന് ഇന്ദ്രജിത്ത് പറഞ്ഞു, അച്ഛൻ ലങ്കാധിപതി, ഭുവനനായകൻ, ചന്ദ്രാദിദേവന്മാർ അച്ഛനെ പൂജിക്കുന്നു. അച്ഛൻ എന്തിനാണ് നരവാനര യുദ്ധത്തിന് പോകുന്നത്? ഇപ്പോൾ തന്നെ രാമനെയും ലക്ഷ്മണനെയും ഞാൻ വധിക്കാം. രാവണനന്ദനൻ ഇത്രയും പറഞ്ഞപ്പോൾ രാവണൻ യുദ്ധത്തിനുള്ള അനുവാദം കൊടുത്തു. ഇന്ദ്രജിത്ത് ആഗ്രഹിച്ച ആഭരണങ്ങളെല്ലാം അണിഞ്ഞു. വിരലിൽ മോതിരം, കയ്യിൽ വള, ശരീരം നിറയെ ചന്ദനം മുതലായ സാമഗ്രികളെല്ലാം അണിഞ്ഞു. അതിനുശേഷം രഥത്തിൽ കയറി യുദ്ധഭൂമിയിലേക്ക് ഇന്ദ്രജിത്ത് കിഴക്കേ ദ്വാരത്തിൽ കുതിച്ചെത്തി. എന്നിട്ട് വാനരന്മാരുടെ നേരെ ഈ വിധം പറഞ്ഞു, എടാ, കാട്ടിൽ കറങ്ങി നടക്കേണ്ട നീയൊക്കെ രാക്ഷസന്മാരുടെ അമ്പേറ്റ് പ്രാണൻ കളയാൻ വേണ്ടി ലങ്കയിലേക്ക് വന്നത് എന്തിനാണ്? ആയുധം പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഇപ്പോൾ തന്നെ എല്ലാത്തിനെയും ഞാൻ കൊന്നു തള്ളുന്നുണ്ട്. സുഗ്രീവന് എന്ത് ബലമാണുള്ളത്? ലക്ഷ്മണൻ എന്ന മനുഷ്യക്കുട്ടിക്ക് എത്ര അസ്ത്രമറിയാം? രാമൻ എത്ര രാക്ഷസന്മാരെ വധിച്ചിട്ടുണ്ട്? അതുകൊണ്ട് യുദ്ധം ജയിച്ചോ? നാഗപാശം കൊണ്ട് അന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു. എന്നിട്ട് ഗരുഡനെ ആശ്രയിച്ചു. ഒരു തരത്തിൽ ജീവൻ രക്ഷിച്ചു. അങ്ങനെ പക്ഷിയെയും മൃഗങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് രാമൻ. അതുകൊണ്ട് രാമൻ്റെ ബലത്തെപ്പറ്റി അധികമൊന്നും എന്നോട് ആരും പറയണ്ട. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടം വിട്ട് പൊയ്ക്കൊള്ളുക, അല്ലെങ്കിൽ എൻ്റെ അമ്പേറ്റ് എല്ലാവരും മരിക്കാൻ തയ്യാറായിക്കൊള്ളുക.
ഇത്രയും പറഞ്ഞിട്ട് വാനരന്മാരുടെ നെഞ്ചിനു നേരെ ഇരുമ്പുലക്ക പ്രയോഗിച്ചു. നീലൻ കോപത്താൽ ചുവന്നു തുടുത്ത മുഖത്തോടെ പറഞ്ഞു, നീ മരിക്കും മുമ്പ് തന്നെയാണ് നിന്റെ ചെറിയച്ഛൻ കുംഭകർണൻ മരിച്ചത്. ഏതായാലും നീ നിശാചര ജാതിയാണല്ലോ. നീ ജീവനോടെ ഉള്ളപ്പോൾ തന്നെയാണ് നിന്റെ സഹോദരൻ മരിച്ചത്. എത്രയെത്ര രാക്ഷസന്മാരുണ്ടായിരുന്നു സഹായത്തിന്. വാനരന്മാർക്ക് ആയുധം പിടിക്കാൻ അറിയില്ല. ശരിയാണ്, ആയുധം പിടിച്ചിട്ടുമില്ല. എന്നാൽ ലങ്കാധിപതി മരിക്കുന്നതുവരെ അവർക്ക് ആഹാരവും ഉറക്കവുമില്ല. രാത്രിയും പകലും യുദ്ധം തന്നെയായിരിക്കും. ഇന്നത്തെ യുദ്ധത്തിൽ നിന്നെയും നിന്റെ പിതാവിനെയും വധിച്ച് രാജാധികാരം വിഭീഷണന് ഞങ്ങൾ നൽകിയിരിക്കും. നീലന്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രജിത്ത് കോപിച്ചു. നീ ജീവിച്ചിരുന്നാലല്ലേ വിഭീഷണനെ രാജാവാക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് കുതിച്ചുയർന്ന് മേഘത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് യുദ്ധം ആരംഭിച്ചു. ആകാശത്തിൽ നിന്ന് വാളും കുന്തവും വേലും മഴ പോലെ പൊഴിഞ്ഞു. നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവ വാനരന്മാരെ കൊന്നു നുറുക്കിക്കൊണ്ടേയിരുന്നു. ഹരേ കൃഷ്ണ. കവികളുടെ ശരീരത്തിൽ നിന്ന് ചോരയൊഴുകി. കൈകാലുകൾ നഷ്ടപ്പെട്ടു. നിരവധി വാനരന്മാർ ഭൂമിയിൽ കമഴ്ന്നു വീണ് മണ്ണു കപ്പി. ജീവിതത്തിൻ്റെ അന്ത്യമായി എന്ന് ഭയന്ന് ചിലർ ഓടിപ്പോയി. ചിലർ ദൂരെ പോയി നിന്ന് സുഗ്രീവനെ പഴിച്ചു. ബാലിരാജാവ് എത്രയോ ഗുണവാനായിരുന്നു. പ്രജകളെ പുത്രന്മാരെ പോലെ പരിപാലിച്ചു. ബാലിരാജാവിൻ്റെ കാലം കഴിഞ്ഞതോടെ കുഴപ്പങ്ങളുണ്ടായി. ഇത്ര കാലവും യാതൊരു ആപത്തുമില്ലായിരുന്നു. രാജാധികാരം കിട്ടി 2.5 ദിവസമായപ്പോഴേക്കും വാനരന്മാരെ ലങ്കയിൽ കൊണ്ടുവന്ന് പാടുപെടുത്തുകയാണ്. ഇന്ദ്രജിത്തുമായി ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. വാനരന്മാരുടെ ഈ വിധമുള്ള വാക്കുകേട്ട് ഇന്ദ്രജിത്ത് ചിരിച്ചു. ആയിരക്കണക്കിന് വാനരന്മാർ മരിച്ചു വീണു. രക്തപ്പുഴ ഒഴുകി. കിഴക്കേ ഗോപുരത്തിങ്കൽ ജയിച്ചിട്ട് ഇന്ദ്രജിത്ത് തെക്കേ ഗോപുരത്തിലേക്ക് ചെന്നു. തെക്കേ ഗോപുരത്തിൽ ചെന്ന് സിംഹനാദത്തിൽ അലറിക്കൊണ്ട് വാനരന്മാരെ വിളിച്ചു. ഉണർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ വന്ന് പരിചയപ്പെടൂ, എന്നിട്ട് പട തുടങ്ങാം. മഹേന്ദ്രൻ, ദേവേന്ദ്രൻ, അംഗദൻ തുടങ്ങി സേനാപതികൾ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു. രാവണൻ യുദ്ധത്തിൽ വീഴുന്നതുവരെ ആഹാരവും നിദ്രയും സുഖവും വേണ്ടെന്ന് വെച്ച് തീരുമാനിച്ചിരിക്കുന്നവരായിരുന്നു അവർ രണാഹ്വാനത്തിന് മറുപടി കൊടുത്തു. ഇന്നു നിന്നെ കൊന്നിട്ട് നിന്റെ പിതാവിനെയും ഞങ്ങൾ വധിക്കും. വിഭീഷണനെ രാജാവായി വാഴിക്കും. ലങ്കാപുരി പിടിച്ചടക്കിയിട്ട് മണ്ഡോദരി റാണിയെ വിഭീഷണന്റെ മടിയിലിരുത്തി കൊടുക്കും. ശരഭന്റെ ഈ വാക്കുകൾ കേട്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു, ഇന്നത്തെ യുദ്ധം കഴിഞ്ഞ് നീ ജീവിച്ചിരുന്നാലല്ലേ വിഭീഷണനെ രാജാവാക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് ഇന്ദ്രജിത്ത് മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്നുകൊണ്ട് വിക്രമത്തോടെ അസംഖ്യം ബാണങ്ങൾ ചൊരിഞ്ഞു. അനവധി വാനരന്മാർക്ക് മുറിവേറ്റു. ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ നേടിയ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഒട്ടേറെ വാനരന്മാർ ബോധം കെട്ടുവീണു. മഹേന്ദ്രനും ദേവേന്ദ്രനും അംഗദനും വീണു. തെക്കേ ഗോപുരത്തിൽ 80 കോടി വാനരന്മാർ മുറിവേറ്റു വീണു. വാനരന്മാരുടെ രക്തം പുഴയായി ഒഴുകി. തെക്കേ ഗോപുരത്തിൽ ജയിച്ചിട്ട് ഇന്ദ്രജിത്ത് വടക്കേ ഗോപുരത്തിലെത്തി ഗർജന മുഴക്കി. വടക്കേ ഗോപുരത്തിൽ ഉണർന്നിരിക്കുന്ന വീരന്മാരുണ്ടെങ്കിൽ വന്ന് പരിചയപ്പെടൂ, എന്നിട്ട് പട തുടങ്ങാം. ഉണർന്നിരുന്ന ധൂമ്രാക്ഷ സേനാപതി ഇന്ദ്രജിത്തിന് മറുപടി കൊടുത്തു. അനവധി വീരന്മാർ നീ വരുന്നതും കാത്തിരിക്കുന്നു. രാജാ സുഗ്രീവൻ തന്നെ ഉണർന്നിരിക്കുകയാണ്. രാക്ഷസ വംശനാശം മുഴുവൻ ആകുന്നതുവരെ അന്നപാനങ്ങളും ഉറക്കവുമില്ല ഞങ്ങൾക്ക്. ഇന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വധിച്ച് രാജ്യം വിഭീഷണന് നൽകും. ഇത് കേട്ട് വീണ്ടും ക്രുദ്ധനായ ഇന്ദ്രജിത്ത് പറഞ്ഞു, ആദ്യം ഇന്നത്തെ യുദ്ധത്തിൽ ജയിക്കാൻ നോക്ക്, എന്നിട്ട് മതി പ്രസംഗം. ഇത്രയും പറഞ്ഞിട്ട് ആകാശത്തിലേക്ക് ഉയർന്ന് മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നുകൊണ്ട് ശരങ്ങൾ വർഷിച്ചു. ബാണങ്ങൾ വാനര സൈന്യത്തിനെ ഞെരിച്ചു. ഇന്ദ്രജിത്ത് ലക്ഷക്കണക്കിന് വാനരന്മാരെ കൊന്നു തള്ളിക്കൊണ്ടേയിരുന്നു. എല്ലാവരെയും തളർത്തി. മറ്റുള്ളവരുടെ കാര്യമിരിക്കട്ടെ, സുഗ്രീവന് തന്നെയും മുറിവേറ്റു. രക്തപ്പുഴ ഒഴുകി. മേഘങ്ങൾക്കിടയിൽ നിന്ന് ഇതുകണ്ട് മേഘനാഥന് സന്തോഷമായി. ഇന്ദ്രജിത്ത് പടിഞ്ഞാറേ ഗോപുരത്തിൽ ചെന്ന് വെല്ലുവിളിച്ചു. ഉണർന്നിരിക്കുന്ന വീരന്മാരുണ്ടെങ്കിൽ വേഗം വന്ന് യുദ്ധം ചെയ്യുക. സേനാപതികൾ പർവ്വതം പോലെ വലിയ ശരീരമുള്ളവർ നിരവധി പേർ ഉണർന്നിരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് സൈന്യങ്ങളും രാജാവിൻ്റെ ശ്വശുരൻ സുശേഷണനും ഉണർന്നിരിക്കുന്നു. ലോകാരാധ്യന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും ഉണർന്നിരിക്കുന്നു. വീരഹനുമാനും ഉണർന്നിരിക്കുന്നു. ഇന്ദ്രജിത്തെ, ഞങ്ങൾക്കാർക്കും ലങ്കാധിപതി രാവണനെ വധിക്കുന്നതുവരെ ഉറക്കമില്ല. നിന്നെയും നിന്റെ പിതാവിനെയും വധിച്ചിട്ട് വിഭീഷണനെ രാജാവായി വാഴിക്കും. ഇത്രയും കേട്ടപ്പോൾ മേഘനാഥന് കോപമായി. മനസ്സിൽ തോന്നിയപടി ഹനുമാനെ തിരിച്ചു പറഞ്ഞു,
നിന്ദിച്ചു, ശ്രീരാമനെയും വെല്ലുവിളിച്ചു. ജീവനോടെ നാട്ടിലേക്ക് തിരികെ പോകാമെന്ന് ആരും വിചാരിക്കണ്ട. എൻ്റെ പേര് ഇന്ദ്രജിത്ത് എന്നാണ്. 3 ലോകങ്ങളിലും പ്രസിദ്ധം. എൻ്റെ ബാണത്തിൽ നിന്നും ആരും രക്ഷപ്പെടുകയില്ല. ആകാശത്തു നിന്ന് ബാണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. ശ്രീരാമനെയും ലക്ഷ്മണനെയും ബാണങ്ങൾ മുറിവേൽപ്പിച്ചു. ഇരുമ്പുലക്കയും മുൾത്തടിയും ഗദയും ശൂലവും ആകാശത്തു നിന്നും 4 പാടും ചീറിപ്പാഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. കൊല്ല് എന്ന് പറഞ്ഞുകൊണ്ട് പടയാളികൾ പലവിധ ആയുധങ്ങളും പ്രയോഗിച്ചു മുന്നേറി. ശ്രീരാമൻ ലക്ഷ്മണനെ വിളിച്ചു. ലക്ഷ്മണൻ വീണിരിക്കുന്നു. വജ്രസമാനമായ ബാണമേറ്റ് ശ്രീരാമന്റെ സമീപത്ത് ലക്ഷ്മണൻ വീണു. ഖുരപാശം, അർത്ഥചന്ദ്രം എന്നീ 2 ബാണങ്ങളേറ്റ് ശ്രീരാമനും വീണു. ഹരികൃഷ്ണ. 4 ഗോപുരത്തിലുമുള്ള സൈന്യത്തെയും ശ്രീരാമനെയും വീഴ്ത്തിയിട്ട് ഇന്ദ്രജിത്ത് രാജാവിൻ്റെ പ്രസാദം സ്വീകരിക്കാനായി പോയി. ചന്ദനകളഭവും പട്ടുതോരണവും പാരിജാത പുഷ്പവും എല്ലാം കൊണ്ടലങ്കരിച്ച രാജസന്നിധിയിൽ ചെന്ന് അച്ഛനെ നമസ്കരിച്ചിട്ട് അന്നത്തെ യുദ്ധവിവരങ്ങളെല്ലാം പറഞ്ഞു. സകല സൈന്യവും ശ്രീരാമനും വീണു. ലക്ഷ്മണനും സുഗ്രീവനും ജാംബവാനും ഹനുമാനും നീലനും സുശേഷണനും ഗന്ധമാദനും ശരഭനും അതുപോലെ പല വീരന്മാരും വീണു കഴിഞ്ഞിരിക്കുന്നു. സമുദ്രതീരം വരെ നിരന്നു കിടക്കുന്ന വാനരദേഹങ്ങൾ. ഇന്നത്തെ യുദ്ധത്തിൽ ശത്രുപക്ഷത്തെ ഒരാൾ പോലും ബാക്കി വന്നില്ല. ഇനി സുഗ്രീവ വാനരനെ ഭയപ്പെടേണ്ട കാര്യമില്ല. വാനരന്മാരെല്ലാവരും യമപുരിയിലെത്തി. ഇത് കേട്ടപ്പോൾ രാവണൻ സന്തോഷിച്ചു. രാവണൻ ചുംബനത്തോടെ അനുഗ്രഹിച്ചു. വിചിത്രമായ കിരീടം പ്രസാദമായി നൽകി. മേഘനാഥനിൽ രാജാവ് കൃപ ചൊരിഞ്ഞു. വളയും മാണിക്യവും രത്നവും നൽകി. നാനാരത്നങ്ങളും നൽകി മകനെ അനുഗ്രഹിച്ചു. പഞ്ചവാദ്യം മുഴങ്ങി. ധാരാളം സമ്മാനങ്ങളും നൽകി. ഇന്ദ്രജിത്ത് രാജപ്രസാദവും വാങ്ങി അന്തഃപുരത്തിലെത്തി. 4 ഗോപുരങ്ങളിലും വാനര സൈന്യം വീണുകിടക്കുന്നു. ഹരികൃഷ്ണ. ശ്രീരാമ ലക്ഷ്മണന്മാരും വീണിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ ഹനുമാനും വിഭീഷണനും മാത്രം രക്ഷ കിട്ടി. 2 പേരും കൂടി രാമനെയും ലക്ഷ്മണനെയും എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് ആലോചിച്ചു. 2 പേരും കയ്യിൽ കത്തിച്ചു പിടിച്ച പന്തവുമായി വാനരന്മാരെ നോക്കി ചുറ്റി നടന്നു. കിഴക്കേ ഗോപുരത്തിൽ 30 കോടി സേനയുമായി രാജാ സുഗ്രീവൻ വീണുകിടക്കുന്നു. കയ്യിൽ ഓങ്ങിപ്പിടിച്ച മരവുമായി സേനാപതി നീലൻ കിടക്കുന്നു. അങ്കദൻ തെക്കേ ഗോപുരത്തിൽ വീണുകിടക്കുന്നു. അമ്പേറ്റ് അവശരായി രാമനും ലക്ഷ്മണനും പടിഞ്ഞാറേ ഗോപുരത്തിൽ മൂർച്ഛിച്ചു കിടക്കുന്നു. മിണ്ടുന്നില്ല, നോക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിളക്കി നോക്കി, ബോധമില്ല. ഇത് കണ്ട് വിഭീഷണനും ഹനുമാനും തലയ്ക്ക് കൈകൊടുത്തിരുന്ന് കരഞ്ഞുപോയി. കൃഷ്ണ. അമ്പേറ്റ് അവശനായി കിടക്കുന്ന ജാംബവാന് മിണ്ടാൻ കഴിയുന്നില്ല. എങ്കിലും നല്ല ബോധത്തോടെ മാർഡത്തിലേക്ക് നോക്കുന്നുണ്ട്. വിഭീഷണൻ ജാംബവാനോട് പറഞ്ഞു, അങ്ങ് മഹാബലവാനാണ്. എഴുന്നേറ്റ് വേണ്ട ഉപദേശം നൽകണം. വേറെ ആരോടാണ് ഞങ്ങൾ ചോദിക്കേണ്ടത്? ജാംബവാന്റെ ശരീരമാകെ അമ്പ് തറച്ചിരിക്കുകയാണ്. അനങ്ങാൻ കഴിയുന്നില്ല. വിഭീഷണ, എന്നോട് സംസാരിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് അനുമാനിക്കുന്നു. ഹനുമാൻ എവിടെ? 2 പേരും കൂടി ആലോചിക്കണം. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ഇന്ദ്രജിത്തിൻ്റെ ബാണമേറ്റ് ജഗത് പൂജിതന്മാരായ രാമനും ലക്ഷ്മണനും വീണുപോയി. വാനര രാജാവായ സുഗ്രീവനും വീണു കിടക്കുന്നു. അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ എന്താണ് ഉപായമെന്ന് അങ്ങ് പറഞ്ഞു തരൂ. ഇപ്പോഴാണ് ഞാൻ താങ്കളുടെ ചരിത്രമോർത്തത്. താങ്കളുടെ മിത്രത്തിൽ ഹനുമാനല്ലാതെ ഇനി വേറെ ആരും അവശേഷിച്ചിട്ടില്ല. ഇത് കേട്ട് ജാംബവാൻ പറഞ്ഞു, പവനനന്ദനനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരിക. എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ഹനുമാനെ എൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ടുവരിക. മറ്റു വല്ലവരെയും അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആദ്യം തന്നെ ഹനുമാൻ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചാലും ഹനുമാന് ജീവനുണ്ടെങ്കിൽ എല്ലാ മഹാവീരന്മാർക്കും ഹനുമാൻ ജീവൻ നൽകും. വിഭീഷണൻ പറഞ്ഞു, നോക്കൂ, താങ്കളോട് സംസാരിക്കാൻ ഹനുമാൻ ഇതാ വന്നിരിക്കുന്നു. വീരപുത്ര ഹനുമാൻ, ശ്രീരാമനും ലക്ഷ്മണനും വാനര നായകന്മാരും വീണിരിക്കുന്നു. നീ ചെന്ന് ഔഷധം കൊണ്ടുവന്നാൽ എല്ലാവരെയും ജീവിപ്പിക്കാം. വായുവിനെ അവലംബമാക്കി ആകാശത്തിലേക്ക് ഉയർന്ന് ഹിമാലയത്തിലേക്ക് ചെല്ലണം. ഹിമാലയ ഋഷ്യമൂക ശൃംഗത്തിലെത്തണം. അതിൻ്റെ തെക്ക് കിഴക്കാണ് കൈലാസം. ഋഷ്യമൂകത്തിൽ 4 ഔഷധ വൃക്ഷങ്ങളുണ്ട്. ഇരുട്ടത്തും ആ മരങ്ങൾ കാണാം. പ്രകാശിക്കുന്നവയാണ്.
വിശല്യകരണി, മൃതസഞ്ജീവനി, അസ്ഥിസന്ധാരിണി, സുവർണകരിണി ഇവയാണ് ആ 4 ഔഷധവൃക്ഷങ്ങൾ. രാത്രിക്ക് രാത്രി ഔഷധം കൊണ്ടുവരാമെങ്കിൽ 4 യുഗത്തിലും നിന്റെ കീർത്തി നിലനിൽക്കും. ഹനുമാൻ ജാംബവാനോട് അനുവാദം വാങ്ങി ഔഷധം കൊണ്ടുവരാനായി ഋഷ്യമുഖത്തിലേക്ക് പോയി. ചെവി കൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് ഒറ്റച്ചാട്ടത്തിന് ആകാശത്തിലെത്തി. വായുവിനെ അവലംബിച്ച് മഹാശബ്ദത്തോടെ സഞ്ചരിച്ചു. വാലിൻ്റെ അടിയേറ്റ് കല്ലും മരങ്ങളും പറന്നു. ശരീരം 10 യോജന വിസ്താരത്തിൽ 30 യോജന നീളത്തിൽ നിറഞ്ഞു നിന്നു. വാൽ 50 യോജന പൊക്കത്തിലേക്ക് വളഞ്ഞു നിന്നു. നിമിഷ നേരം കൊണ്ട് സാഗരം കടന്നു. പ്രപഞ്ചം മുഴുവൻ വഴി അറിയാവുന്ന ഹനുമാൻ നദികളും തടാകങ്ങളും പർവ്വതങ്ങളും കാന്താരങ്ങളും കടന്നു. തപോവനങ്ങളും തീർത്ഥസ്ഥാനങ്ങളും കടന്നു. 1 വർഷം കൊണ്ട് താണ്ടുന്ന ദൂരം 1 രാത്രി കൊണ്ട് പിന്നിട്ട് ഹിമാലയ പർവ്വതം കടന്ന് വെണ്മയുടെ കൊടുമുടിയായ കൈലാസം കണ്ട് അവിടെ നിന്നും ഋഷ്യമുഖത്തിൽ ചെന്നു. ഗന്ധം കൊണ്ട് ഔഷധം നിൽക്കുന്ന സ്ഥലമറിഞ്ഞ് അവിടെ എത്തി. ഓരോ ശിഖിരത്തിലും തെരഞ്ഞിട്ടും 4 ഔഷധങ്ങളും കിട്ടിയില്ല. ദേവന്മാരോ മൂർത്തികളെയോ കണ്ടാൽ ചോദിക്കാമായിരുന്നു, പക്ഷേ ആരെയും കാണുന്നില്ല. ഹനുമാൻ അപ്പോൾ വിചാരിച്ചു, ശരീരമേറ്റു തളർന്ന ജാംബവാന് ഓർമ്മപ്പിശക് വന്നിരിക്കുമോ? ബുദ്ധി പ്രവർത്തിക്കാതായോ? ഇല്ലില്ല, ബ്രഹ്മനന്ദനായ മഹാബുദ്ധിമാന് അബദ്ധം പിണയുകയില്ല. അദ്ദേഹത്തിൻ്റെ വാക്ക് എങ്ങനെ ശരിയാകാതിരിക്കും? പർവ്വതം മരുന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിരിക്കാം. പർവ്വതത്തിൻ്റെ ആപത്തുകാലം ഞാൻ തോണ്ടി കടലിലെറിയുമെന്ന് രാമദൂതനും സുഗ്രീവന്റെ ഭൃത്യനുമായ എന്നെ പരിഹസിക്കുന്നുവോ? ഇങ്ങനെയൊക്കെ ഹനുമാൻ ആ സമയം വിചാരിച്ചു. ഇപ്രകാരം വിചാരിച്ചിട്ട് തൊഴുകൈയോടെ ഹനുമാൻ പർവ്വതത്തെ സ്തുതിച്ചു. കേട്ടാലും പർവ്വതരാജ, ഔഷധം കിട്ടുമെന്ന് കരുതി നദിയും തടാകവും കടലും പർവ്വതവും കടന്ന് ഞാൻ ഇവിടെ വന്നു. എത്രയോ മേരുപർവ്വതങ്ങൾ നിലവിലുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും യുദ്ധത്തിൽ മുറിവേറ്റു കിടക്കുന്നു. ഔഷധം തരൂ. സുഗ്രീവനും അങ്കദനും നളനും നീലനും അങ്ങനെ വാനര നായകന്മാർ എത്രയോ പേർ മരിച്ചു വീണതുപോലെ കിടക്കുന്നു. കൃപാലുവായ അവിടുന്ന് മരുന്നുകൾ തരൂ. അങ്ങയുടെ കൃപയാൽ എല്ലാവരും ജീവിക്കട്ടെ. ഈ ഹിതോപദേശം കേൾക്കൂ. രാത്രി കഴിയാറായി. എനിക്ക് ഇനിയും കടൽ കടന്ന് ലങ്കയിലെത്തണം. ഔഷധങ്ങൾ കാണിച്ചു തരൂ. ശ്രീരാമന് ഒരു ഉപകാരം ചെയ്യൂ പർവ്വതമേ. ഇപ്രകാരം കിണഞ്ഞപേക്ഷിച്ചിട്ടും പർവ്വതം ഒട്ടും കൃപ കാണിച്ചില്ല. രാമപാദങ്ങളിൽ അഭിലാഷത്തോടെ ഹനുമാൻ കോപിച്ചു. ഹനുമാന് കോപം സഹിക്കാൻ കഴിയുന്നില്ല. പല്ലുകൾ ഇറുമിക്കടിച്ചു. ഞാൻ ശ്രീരാമദാസനാണ്. ഔഷധം തരാതെ എന്നെ അപഹസിക്കുകയാണല്ലോ. നീ ഒരു ചെറിയ പർവ്വതം. നിന്നെ പോലെ എത്ര എണ്ണത്തിനെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഔഷധം നിൽക്കുന്ന ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് ഹനുമാൻ യാത്രയാവുകയാണ്. അങ്ങനെ വായുവേഗത്തിൽ വീരഹനുമാൻ ലങ്കയിലെത്തിച്ചേർന്നു. അതിനുശേഷം താൻ കൊണ്ടുവന്ന പർവ്വതത്തെ യഥാസ്ഥാനത്ത് വെച്ചു. ഔഷധങ്ങളുടെ മണം കേട്ടപ്പോഴേ എല്ലാവരും ഉണർന്നെഴുന്നേറ്റു. എല്ലാവരും വീരഹനുമാൻ്റെ അടുത്തെത്തി കൈകൂപ്പി, നിന്നെപ്പോലൊരു വീരൻ 3 ലോകത്തുമില്ല. നീ കാരണം ഞങ്ങൾക്ക് ജീവൻ തിരികെ കിട്ടി. ശ്രീരാമൻ ഹനുമാനെ അനുഗ്രഹിച്ചു. ഹനുമാൻ, നിന്റെ ഈ ഗുണഗണങ്ങൾ 100 യുഗത്തിനു ശേഷവും നിന്നെ ഉന്നതനാക്കി നിർത്തും. എന്തു പ്രസാദമാണ് നൽകേണ്ടത്? ഹനുമാൻ തലകുനിച്ചുകൊണ്ട് പ്രഭുവിനോട് പറഞ്ഞു, പ്രഭോ, ഇതുതന്നെയാണ് ആ പ്രസാദം. ഹനുമാനെ ആലിംഗനം ചെയ്തുകൊണ്ട് രാമൻ പറഞ്ഞു, നീ വീരഭക്ത ഹനുമാൻ. എൻ്റെയും നിൻ്റെയും ശരീരം 2 അല്ല. ഇതിലും വിലപ്പെട്ട എന്ത് പ്രസാദമാണ് ഈ ലോകത്തിലുള്ളത്? ഹരേ കൃഷ്ണ. എല്ലാവരും ഹനുമാനെ പ്രശംസിച്ചു. ഹനുമാൻ നിമിത്തം എല്ലാവർക്കും പ്രാണൻ തിരികെ കിട്ടി. ഇന്ദ്രജിത്ത് ചെയ്ത മഹായുദ്ധം നിഷ്പ്രഭമായിപ്പോയി. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം.